بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു സാദ് 41 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറയുമ്പോൾ ഇതാല് അതിന്റെ കൽക്കല പോലെ ശബ്ദം ചലിപ്പിക്കാതെ എന്നാൽ അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ് റായിന് തഫ്ഖീം കൊടുക്കണം. റായിന് സൂനും തൊട്ടു മുമ്പിൽ ദമ്മുമാണ്, അതുകൊണ്ട് റായി തടിപ്പിച്ചോതുകയാണ് വേണ്ടത്. ആബിദന ബഇന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. ആബിദന അയ്യൂബ. ആബിദന ഇതിലെ അലിഫിന്റെ ദീർഘം മദ് മുഫസ്സിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഇദ് നാദ റബ്ബഹു. റായിന് മാത്രം തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. റബ്ബഹു അന്നി. റബ്ബഹു ഇതിലുള്ള ഹാഉ ദ്ദമീറിന്റെ ദീർഘം മദ്ദുസ്സില അൽ കുബറ എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. മുൻഫസിലിന്റെ വിധിയാണ് അതിനുള്ളത്. അന്നി നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. മസ്സനിയ ശൈത്വാനു. മസ്സനിയ ശൈത്വാനു. ത്വാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോദണം. ബിനുസ്ബിൻ വഅദാബ്. നുസ് എന്ന് പറയുമ്പോൾ സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ബിനുസ്ബിൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അദാബ് ബഇൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ബിനുസ്ബിൻ വഅദാബ്. ഉർകുദ്. ഹംസത്തുൽ വസ്ലിന് ദമ്മ കൊടുക്കേണ്ടതാണ്. കാരണം ഫിയലിലെ മൂന്നാമത്തെ അക്ഷരമായ ഖാഫിന് ദമ്മാണ് എന്നതുകൊണ്ട് ഉർകുദ് എന്നാണ് ഓതേണ്ടത്. ചേർത്തോതുകയാണെങ്കിൽ വഅദാബിനിർകുദ് എന്ന് കസ്റുള്ള നൂൻ നൽകി തൻവീനിനെ മാറ്റി ഉച്ചരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇബ്തിദാ ചെയ്യുന്നതിനാൽ ആയത്ത് മുറിച്ച് വേർപിരിച്ച് തന്നെ ഓതുന്നു. അങ്ങനെ ഹംസയെ ഖത്അ ചെയ്യുന്നതിനാൽ ഉർ എന്നാണ് ഓതേണ്ടത്. റായിന് തഫ്ഖീം ഉർകുദ്. ദ്വാദിനും തഫ്ഖീം. മുസ്തതീലായ അക്ഷരമാണ് ദ്വാദ്. ബിരിജിലിക്. ഉർകുദ് ബിരിജിലിക്. കാഫ് ഹംസിന്റെ അക്ഷരമാണ്. ബിരിജിലിക്. ജീമിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഹാദാ മുഗ്തസലുൻ. ഗൈനിന് തഫ്ഖീമ. മുഗ്തസലുൻ ബാരിദുൻ. മുഗ്തസലുൻ എന്ന തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചോദണം. സാക്കിന മീമിന്റെ ഹുക്മ് അവിടെ നൽകേണ്ടതാണ്. ഇഖ്ഫാ ശഫവി എന്നാണ് സാക്കിന മീമിന്റെ ഹുക്ം. അപ്പോൾ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. ബാരിദുൻ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ലയിപ്പിച്ച് മണിച്ചോതുക. ബാരിദുൻ വശറാബ്. റായിനും അലിഫിനും തഫ്ഖീം കൊടുത്ത്
ഉച്ചരിക്കുക. ബാഇൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ശറാബ്. ووهبنا له أهله ووهبنا ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ലഹു ഇവിടെ മദ്ദുസ്സില അൽ കുബ്ര നൽകി ദീർഘം നൽകണം. മുൻഫസിലിന്റെ വിധിയായ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. മിസ്ലഹും എന്നതിലെ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത് മിസ്ലൈന് സഗീറാണ്, മണിച്ചുകൊണ്ട് ഓതുക. വമിസ്ലഹും മഅഹും റഹ്മ. മഅഹും എന്നതിലെ മീമിനെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കാം. റഹ്മതൻ മിന്നാ. റഹ്മതൻ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗുന്ന കാമിൽ. മിന്ന നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചു കൊണ്ടോകണം. വദിക്റ വദിക്റ കഫ് ഹംസ് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വദിക്റ റാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം നൽകണം. വദിക്റ ലിഉലിൽ അൽബാബ്. അൽബാബ് ഖൽഖല കുബ്ര നൽകി ബാഇൽ സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുക. വ്യക്തമാക്കി ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അൽബാബ്. വഖുദ് ബിയദിക വഖുദ് ബിയദിക ضغثൻ. ഇതിൽ ഖാഇൽ തഫ്ഖീമുണ്ട്. വഖുദ് ബിയദിക ضغ ضادന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. ضغثൻ فاضرب به തൻവീനെ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോദനം. ഇഖ്ഫ ഹഖീഖി. ضغثا فاضرب به എന്ന ദ്വാദിനെ തഫ്ഖീം ചെയ്ത് ഓതേണ്ടതാണ്. ഫദ്രിബ് എന്ന ബാഇന്റെ സുക്കൂൻ പൂർണ്ണമായും അടുത്ത ബായിലേക്ക് ഇദ്ഗാം ചെയ്ത്, ഇദ്ഗാം കാമിലാണ് അവിടെ വരുന്നത്. ഇദ്ഗാം മിസ്ലൈനി സഗീർ കാമിൽ അല്ലെ മുതമാസിലൈനി എന്നും പറയാം. ബാഉമാണ് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഫദ്രിബ് ബിഹി വലാ തഹ്നസ് വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറാ. നൂൻ മുഷദ്ദദ മണിക്കണം. ഇന്ന ശബ്ദ നൽകപ്പെട്ട നൂൻ. വജദ്നാഹു ദാലിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. സാബിറാ സാബിറാ. സ്വാദ് അലിഫ് അതുപോലെ റാ അലിഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഓതേണ്ട അക്ഷരങ്ങളാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഐനുകൾ വ്യക്തമാക്കി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഇന്നഹു ഈ ദീർഘം മദ് സില കുബ്രയാണ്, മുൻഫസിലിന്റെ വിധിയാണ്. നൂൻ മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനുണ്ട്, മണിച്ചോദനം. ഇന്നഹു എന്ന ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ്ദുസ്സിലത്തിൽ കുബ്ര. അവ്വാബ് ഖൽഖല കുബ്ര നൽകി ബാഇൽ സുക്കൂനോടുകൂടി വഖഫ് ചെയ്യുക. വദ്കുർ ഇബാദന വദ്കുർ റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോത്. ഇബാദന ഈ ദീർഘം
മുൻഫസിൽ ജായിസാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇബ്രാഹീമ, ഇബ്രാഹീമ. റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കേണ്ടതാണ്. വഇസ്ഹാഖ, ഇബ്രാഹീമ വഇസ്ഹാഖ. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം. വയഅഖൂബ, ഐന് ശ്രദ്ധിച്ചു ഓതുക. ഖാഫിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കുക. ഉലിൽ ഐദി വൽ അബ്സാർ. ഉലിൽ ഐദി, ഹംസകൾ ശിദ്ദത്തിന്റെ അക്ഷരമാണെന്നത് ശ്രദ്ധയോടുകൂടി ഓതണം. അബ്സാർ എന്നതിൽ ബായിന് ഖൽഖല സൂറ, ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം സുക്കൂനിനെ. സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്, ശേഷം റായിനും തഫ്ഖീം. വൽ അബ്സാർ. ഇന്നാ അഖ്ലസ്നാഹും. നൂൻ മുഷദ്ദദ, ശബ്ദം നൽകപ്പെട്ട നൂനിനെ തടിപ്പിച്ചു മണിച്ചോദനം. അഖ്ലസ്, സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. അഖ്ലസ്നാഹും ബിഖാലിസ. സാകിന മീമിനെ ഇഖ്ഫ ശഫവി നൽകി മറച്ച് മണിച്ചോതുക. ബിഖാലിസ, ഖായിനും അലിഫിനും തഫ്ഖീം നൽകി തടിപ്പിക്കുക. സ്വാദിനും തഫ്ഖീം. ബിഖാലിസത്തിൻ ദിക്റാ. തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോദനം. ദിക്റാ, ദിക്റാ. കാഫിന് ഹംസാണ് വരുന്നത്. റായിനും തഫ്ഖീം കൊടുക്കുക. ദിക്റദ്ദാർ, ദിക്റദ്ദാർ. റായിന് തഫ്ഖീം നൽകി പൂർണ്ണമായും വ്യക്തമായി ഉച്ചരിക്കുക, തടിപ്പിച്ചോതുക. വഇന്നഹും ഇൻദനാ. ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം, സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ഇൻദനാ സുക്കൂൻ നൽകപ്പെട്ട നൂൻ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോദണം. ലമീനൽ മുസ്തഫൈന, ലമീനൽ മുസ്തഫൈന അൽ അഖ്യാർ. സ്വാദ്, ത്വാ, ഖാ, അവസാനത്തിൽ വരുന്ന റാ, ഇവയൊക്കെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചോതേണ്ട അക്ഷരങ്ങളാണ്. ഇവയൊന്നുമല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കുകയും വേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. اركض برجلك هذا مغتسل بارد وشراب. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب.
واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار إنا أخلصناهم بخالصة ذكر الدار وإنهم عندنا لمن المصطفين الأخيار